ഹലോ, നിങ്ങളിൽ പലർക്കും വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വലിയ റിസ്ക് ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പലരും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്ത് ബിസിനസ് തുടങ്ങണമെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഐഡിയയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു തുടക്കക്കാരന് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വലിയ റിസ്ക്കോ കാര്യങ്ങളോ ഇല്ലാതെ ഇന്ന് നമുക്ക് തുടങ്ങാൻ പറ്റിയ ബിസിനസ്സാണ് ഓൺലൈൻ സർവീസ് ബിസിനസ്. അതെന്തുമാവാം. ഓൺലൈൻ സർവീസ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ തന്നെ കസ്റ്റമറെ കണ്ടെത്തി ഓൺലൈനിലൂടെ തന്നെ ആ സർവീസ് ഡെലിവറി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെ നമുക്ക് ഓൺലൈൻ സർവീസ് ബിസിനസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സർവീസ്, അതേപോലെ തന്നെ ഓൺലൈൻ ടീച്ചിങ് സർവീസ്, ഓൺലൈൻ കോച്ചിങ്, ഇതൊക്കെ ഓൺലൈൻ സർവീസ് ബിസിനസ്സിന് എക്സാമ്പിളാണ്. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ ആ സ്കില്ല് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഓൺലൈൻ സർവീസ് ബിസിനസ് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വളരെ കുറഞ്ഞ മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും. നിങ്ങളൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ് ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് എടുക്കണം, പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്, പ്രൊഡക്റ്റ് ഒരു സ്ഥലത്തു നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഷിപ്പ് ചെയ്ത് വരുത്തിക്കണം, കൊറിയർ ചെയ്ത് വരുത്തിക്കണം. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് കൊറിയർ അയച്ചു കൊടുക്കണം. അപ്പോൾ അത് അവിടെ എത്തിയില്ലെങ്കിൽ പ്രശ്നമാണ്, കസ്റ്റമർ വീണ്ടും കോൺടാക്റ്റ് ചെയ്യും, ഡിലേ വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ചാലഞ്ചുകൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സിനുണ്ട്. അപ്ഫ്രണ്ട് കുറച്ചധികം ഇൻവെസ്റ്റ്മെൻറ്റും വരും, കുറച്ചധികം കാശ് ഇറക്കേണ്ടതായിട്ട് വരും. ഓൺലൈൻ സർവീസ് ബിസിനസ് ആണെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. ഓൺലൈനിലൂടെ തന്നെ കസ്റ്റമറെ കണ്ടെത്തി ഓൺലൈനിലൂടെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വലിയ ഓവർഹെഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് റൺ ചെയ്യാനായിട്ട് വലിയ എക്സ്പെൻസുകളോ കാര്യങ്ങളോ ഒന്നും നമ്മളുടെ തലയിലില്ല. നമുക്ക് വളരെ മിനിമൽ ഓവർഹെഡിൽ തന്നെ നമുക്ക് ആ ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിലൂടെ തന്നെ നമുക്ക് കസ്റ്റമറെ കണ്ടെത്താം, ഓൺലൈനിലൂടെ തന്നെ അത് ഡെലിവറിയും ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏറെക്കുറെ ഈ ബിസിനസ് തുടങ്ങാനുള്ള ടെക്നോളജിയൊക്കെ ഓൾറെഡി ഉണ്ട്. നിങ്ങളുടെ അടുത്ത് മൊബൈൽ ഫോൺ വേണം, ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മിക്കവർക്കും എന്തായാലും അറിയാം. അങ്ങനെയാണ് നിങ്ങൾ യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്തതും ഈ വീഡിയോ കാണാനിടയായതും. അപ്പോൾ ഏറെക്കുറെ നോളജും ഏറെക്കുറെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ഒരു ഓൺലൈൻ സർവീസ് ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ പ്രവാസികളാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നാട്ടിലുള്ളവരാണെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറേണ്ട വന്നാലും ആ ബിസിനസ് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും എടുത്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റു ബിസിനസ്സൊക്കെ ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ബിസിനസ്സുകളെല്ലാം തന്നെ ആ ലൊക്കേഷനിൽ തന്നെ നമ്മൾ ഒതുങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഓൺലൈൻ സർവീസ് ബിസിനസ്സാണ് ഏറ്റവും എളുപ്പത്തിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതെങ്ങനെ തുടങ്ങും ഈ ബിസിനസ്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സർവീസ്, ഓൺലൈൻ കോച്ചിങ്, ടീച്ചിങ്, ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ്, കോച്ചിങ് നിങ്ങൾക്ക് കൊടുക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടുക, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ പരിചയ സമ്പത്ത്, അതുപോലെ തന്നെ മൊത്തത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം നമുക്കൊരു ഓൺലൈൻ സർവീസാക്കി മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങളെക്കാൾ അറിവ് കുറഞ്ഞ ആളുകൾ എന്തായാലും മാർക്കറ്റിലുണ്ട്. നിങ്ങളെക്കാൾ ഒരു പടി അറിവ് കുറവുള്ള ഒരാളെ നിങ്ങൾക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഹെൽപ്പിന്, ആ സർവീസിനെ നമുക്കൊരു പ്രത്യേക ചാർജ് ഈടാക്കാം. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, എപ്പോഴും മാർക്കറ്റിൽ ഒരു നിശ്ചിത വിഭാഗം ആളുകളുണ്ട് നിങ്ങളെയൊക്കെ അറിവ് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്, അവരെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളൊരു സ്കില്ല് പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഓൺലൈൻ വഴി നമുക്ക് ധാരാളം സ്കില്ലുകൾ പഠിക്കാനായിട്ട് പറ്റും, ഫ്രീ ആയിട്ടും പെയ്ഡായിട്ടുള്ള. ഇനി പെയ്ഡ് ആണെങ്കിൽ തന്നെ വളരെ മിനിമൽ ഫീസിലൊക്കെ പല സ്കില്ലുകളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഇന്നത്തെ കാലത്ത്. ആ സ്കില്ല് പഠിച്ചെടുത്തിട്ട് ആ സ്കില്ല് നിങ്ങളൊരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ വീഡിയോ എഡിറ്റിംഗ്, എന്തെങ്കിലും ഒരു പ്രത്യേക സെഗ്മെൻറ്റിലുള്ള ടീച്ചിങ് ആണെങ്കിൽ ടീച്ചിങ്, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് സ്കില്ല്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്കില്ല് പഠിച്ചെടുത്തുകൊണ്ട് അത് സർവീസായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സ്ലീപ്പ്, അതായത് നമുക്ക് ഉറക്കമില്ലായ്മ, അതിന് പോലും ഇന്ന് കോച്ചുണ്ട്, കോച്ചിങ് കൊടുക്കുന്നുണ്ട് പലരും. സ്ലീപ്പ് കോച്ച് എന്നാണ് അവരെ പറയുന്നത്. അപ്പം നമ്മൾ എന്താ ഉറങ്ങാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? കയറി കിടക്കുക, കണ്ണടയ്ക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, ഇത് ഉറക്കമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അവരാണ് നിങ്ങളുടെ കസ്റ്റമറായിട്ട് വരുന്നത്. നിങ്ങൾക്കൊരു പ്രത്യേക സർവീസ് ആവശ്യമില്ല എന്ന് കരുതി വേറൊരാൾക്ക് ആവശ്യമില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ കസ്റ്റമറായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുക. എപ്പോഴും മാർക്കറ്റിൽ ഒരു നിശ്ചിത വിഭാഗം ഉണ്ടാവും. നിങ്ങൾ ഏറെക്കുറെ എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കിയാലും അവർ കസ്റ്റമേഴ്സായിട്ട് വരും. പലരുടെയും ലിമിറ്റിംഗ് ബിലീഫാണ്, അവർ ഫോളോ ചെയ്യുന്നത് അവരുടെ ഊഹത്തെ മാത്രമാണ്.
അവർക്കിതിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവരിങ്ങനെ ഇരുന്ന് ബ്രെയിനിലിരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ നേരത്തെ ഇതിനൊന്നും ആളുണ്ടാവില്ല. അതല്ലാതെ ഒരു പ്രത്യേക തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല അവർ ഒരു അസംഷനിൽ എത്തിയേക്കുന്നത്. അവർ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഊഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കുക അതാ അവർ തുടങ്ങിയിട്ട് ഫെയിലായി, ഇവർ തുടങ്ങിയിട്ട് ഫെയിലായി. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഈ സ്കില്ല് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സ്കില്ല് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം, അതെങ്ങനെ ഒരു ബിസിനസ്സായിട്ട് റൺ ചെയ്യാം, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം, ഇതൊക്കെയാണ് റിയൽ സ്കില്ല്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കില്ല് പഠിച്ച് അല്ലെങ്കിൽ ആ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മാർക്കറ്റിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ, എന്തെങ്കിലും പ്രത്യേക കോച്ചിങ് ആണെങ്കിൽ ആ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടത് എന്ത് സർവീസാണോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആ സ്കില്ല് പഠിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊരു ഓപ്ഷൻ. ഇനി രണ്ടാമതായിട്ടുള്ളത് വേറൊരാൾ ഓൾറെഡി ഈ സ്കില്ല് അറിയാവുന്ന ഒരാളുണ്ടാവും. അവരെ കണ്ടെത്തിയിട്ട് അവരായിട്ട് ജോയിനായിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഒന്നല്ലെങ്കിൽ അവരെ നിങ്ങൾ സ്റ്റാഫായിട്ട് ഹയർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറാക്കുകയോ ചെയ്തിട്ട് ആ ബിസിനസ് റൺ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആ സ്കില്ല് പഠിക്കാനുള്ള സമയവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവരെ പറ്റിയിട്ടാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് തീരെ പഠിക്കാൻ സമയമില്ലെങ്കിൽ ഓൾറെഡി ആ സ്കില്ലുള്ളവരെ കണ്ടെത്തിയിട്ട് ആ സ്കില്ലിനെ ഒരു സർവീസായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രണ്ട് ഓപ്ഷനാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ഈ മേഖലയിൽ സ്കില്ലുള്ളവരെ കണ്ടെത്തിയിട്ട് നിങ്ങൾ ആ സർവീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. മാർക്കറ്റിങ്ങിലാണ് കാര്യം. നിങ്ങൾ എന്ത് തുടങ്ങുന്നു എന്നതിലല്ല, നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കണം. അപ്പോൾ മാർക്കറ്റിങ്ങും അതിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം. തുടർച്ചയായിട്ട് ചെയ്യേണ്ട സംഗതിയാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് എന്തെങ്കിലും ചെയ്തു, നാളെ കിടന്നുറങ്ങി, പിന്നെ റിസൾട്ട് ഒന്നും ഇല്ലെങ്കിൽ അത് അവിടെ ഒരു സൈഡിൽ മാറ്റി വെക്കാം, അങ്ങനെയല്ല മാർക്കറ്റിംഗ്. തുടർച്ചയായിട്ട് നമ്മൾ മാർക്കറ്റിൽ ലൈവായിട്ട് നിൽക്കണം. അതിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, യൂട്യൂബ് ഉപയോഗിക്കാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള, വാട്സപ്പ് പോലുള്ള മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇൻ കേസ് ഫെയിലായാലും കുറച്ച് സമയമാണ് നിങ്ങൾക്ക് വേസ്റ്റ് ആവുള്ളൂ. കുറച്ച് സമയം വളരെ മിനിമലായിട്ടുള്ള ക്യാപിറ്റലുമാണ് നിങ്ങൾക്ക് വേസ്റ്റ് ആവാൻ സാധ്യതയുള്ളൂ. എൻ്റെ ഒരു കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 10,000, 15,000, 15,000 ആ റേഞ്ചിലൊക്കെ മാക്സിമം നിങ്ങൾക്ക് മതിയാവും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഫോണുണ്ട്. അധികം ആളുകൾക്കും ചിലപ്പോൾ ലാപ്പ് ഉണ്ടാവും. ലാപ്പ് ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈൽ വീഡിയോ എഡിറ്റിംഗ്, അത് പല സ്കില്ലുകളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം തോന്നിയേക്കാം, ഇത്തരം ബിസിനസ്സുകളൊക്കെ പലരും ഓൾറെഡി ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും വലിയ മെച്ചമില്ലല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ റീസൺ. പലരും ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പ്രത്യേക രജിസ്ട്രേഷൻ, പ്രത്യേക ലൈസൻസ്, പ്രത്യേക ലോഗോ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് ഒരാഴ്ച കൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്യും. എന്നിട്ട് ആ ഒരു പോയിന്റ് മുതൽ പിന്നെ അവർ ചത്ത പോലെയാണ്. അവർ മാർക്കറ്റിംഗ് ചെയ്യണില്ല. അതായത് നിങ്ങളുടെ കയ്യിൽ എന്തോ വിൽക്കാനുണ്ട്, അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അറിയണ്ടേ? അവരറിയിച്ചാൽ മാത്രമാണ് നമുക്ക് സെയിൽ നടക്കുള്ളൂ. അപ്പം മാർക്കറ്റിംഗ് കൃത്യമായിട്ട് ഇതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യണം. അതല്ലാതെ എന്ത് ബിസിനസ് തുടങ്ങിയിട്ടും കാര്യമില്ല. മാർക്കറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോഴാണ് 4 ആളുകൾ അത് അറിയുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറീസ് വരും. ആ എൻക്വയറീസിനെയാണ് ലീഡ്സിനെയാണ് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് സെയിലാക്കി മാറ്റുന്നത്. അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് ഇൻകം വരുന്നത്. വെറുതെ എന്തെങ്കിലും തുടങ്ങിയിട്ട് മാത്രം കാര്യമില്ല. അതിനെ നിങ്ങൾ മാർക്കറ്റിംഗ് കൂടി ചെയ്യാനായിട്ട് പഠിക്കണം. ഓൺലൈൻ സർവീസ് ബിസിനസ് ഇതൊരു ഐഡിയ ആണ്. സ്റ്റുഡൻസിന് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ജോലിയുള്ളവർ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലിയിലായിരിക്കും. ഇപ്പോൾ ജോലി ക്വിറ്റ് ചെയ്യാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് തരക്കേടില്ലാത്ത ഇൻകം വന്നു തുടങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം. പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ബിസിനസ്സും അറിയില്ലാത്ത ആളുകൾക്ക് ചിലർക്ക് ഭയങ്കര പേടിയായിരിക്കും. കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അത് പോകുമെന്നൊക്കെയുള്ള പേടിയുണ്ടാവും. അങ്ങനെ ഉള്ളവർക്കും ഓൺലൈൻ സർവീസ് ബിസിനസ്സുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഓൺലൈനിലൂടെ തന്നെ കസ്റ്റമറെ കണ്ടെത്തി ഓൺലൈനിലൂടെ തന്നെ ആ സർവീസ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള ഏത് ബിസിനസ്സും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി കൂടുതലായിട്ട് ഇതിൻ്റെ ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ ChatGPT പോലുള്ള AI പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാം. ഓൺലൈൻ സർവീസ് ബിസിനസ്സുകളുടെ ഐഡിയാസ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തരും. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും ഒക്കെ വളരെ വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.